എനിക്ക് ഈ കെ ഡ്രാമാസ് ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ നല്ല രസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നായകൻ ഇങ്ങനെ വരുന്നു, നായിക ഇങ്ങനെ വീഴുമ്പോഴേക്കും അവിടെ അവിടെ ഇരിക്കുന്ന നായകൻ വന്ന് പിടിക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫാന്റസി വേൾഡിലോട്ട് പോകും. പിന്നെ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നെറ്റ്ഫ്ലിക്സിൽ കുറെ ഉണ്ട്. അപ്പം ഇതെനിക്ക് ഒരു അഡിക്ഷൻ ആണെന്ന് ചോദിച്ചാൽ എനിക്കതൊരു റിലീവ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. വെച്ചാൽ നമുക്ക് ടെൻഷൻ ഒന്നുമില്ല. കാരണം അങ്ങനെ സെൻസ് വെച്ച് കാണേണ്ട ഒരു സീരീസ് ഒന്നുമല്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങിയായിരുന്നു. പിന്നെ റോം കോം ആണ്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വീട് കിടന്ന് ഞാൻ കെട്ടിയോന്ന് പറയും, തന്നെ എണീറ്റ് വാന്ന് പറയും. അവിടെയാണെങ്കിലും ഒരാൾ വന്ന് വീഴുമ്പോഴേക്കും നമ്മളെ പിടിക്കാൻ ഒരാൾ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇങ്ങനത്തെ നമ്മൾ ചിലപ്പോൾ നമുക്ക് കണ്ണിന് കുളിർമയാണ്, കേൾക്കുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു രസമാണ്, മനസ്സിനൊരു ഫീൽ ഗുഡ് ഒരു ഇതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഇത് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അറിയത്തില്ല ഇതാണ് എന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്ന്. കാരണം എന്താ, കാരണം നമ്മുടെ ചിന്തയിൽ മൊത്തം പിന്നെ ഇതാ, ഒരു ഫാന്റസി വേൾഡ്. കാരണം അത് റിയാലിറ്റിയിൽ ബന്ധമില്ലാത്ത ഒരു വേൾഡിലോട്ട് നമ്മൾ അങ്ങ് പോകുക. പക്ഷെ പിന്നീട് ഞാനിപ്പം എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ കുന്തത്തിന്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു രാവിലെ തൊട്ട് ഇത്രയും വരെ, എനിക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ജെറൽ റിലാക്സ്, യു ഡിസേർവ് ഇറ്റ് എന്ന് പറയും. അപ്പൊ ഞാൻ ഓർത്ത്, ഓക്കെ, ഐ ഡിസേർവ് ദിസ് ടൈം, റൈറ്റ്? ഐ മീൻ കിഡ്സ് ഒന്നും ഇല്ല. അപ്പൊ നോക്കുമ്പോ എനിക്കുള്ള ടൈം ഞാൻ ഓക്കെ, ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ ലൈക്ക്, റൈറ്റ്? അങ്ങനെ അപ്പൊ നോക്കും. അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചത്, സാത്താൻ ഇതുപോലെ തന്നെ ആയിരിക്കില്ല നമ്മളിങ്ങനെ ഈ കണ്ണുങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന, യു ഡിസേർവ് ഇറ്റ് ജെറൽ, യു നീഡ് ദിസ്, അങ്ങനത്തെ ഒരു തോട്ട്. എന്നുവെച്ചാ എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിന് കുളിർമ തരുന്ന സംഭവങ്ങളിലൂടെ ആയിരിക്കും നമുക്ക്, എന്താ പറയാ, ഇങ്ങനത്തെ ഉള്ള ഓരോ ഇത് കാണാനുള്ള ഇത് വരുന്നത്. കാരണം പിന്നെ എനിക്കത് അഡിക്ഷൻ ആയി. കാരണം ഒരു സീരീസ് ഞാൻ ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് മൈ ഫ്രണ്ട്സ് അറൌണ്ട്, ലൈക്ക് ഹൂ ഫോളോസ് ഓൾ ദിസ് തിങ്, ഇനി ഏതെങ്കിലും സീരീസ് റെക്കമെൻഡ് ചെയ്യാമോ? കാരണം ഇതൊരു 7-8 എപ്പിസോഡ്സ് ആണ്. ഒരു വീക്കിൽ നമ്മൾ ഇരുന്ന് ബാക്ക് ടു ബാക്ക് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ പിന്നീട് നമുക്ക് ഇറ്റ്സ് ആക്ച്വലി എഫക്ട് സംവെയർ, നമ്മൾ അറിയത്തില്ല നമുക്ക് ഇത് നമ്മൾ ഫീൽ ഗുഡ് ഒരു സംഭവത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന്. പക്ഷെ ആ ഫീൽ ഗുഡ് ഇറ്റ്സ് ടേക്കിംഗ് എയർ. നമുക്ക് കമ്പാരിസൺസ് വരും, നമുക്ക് പല രീതിയിലുള്ള തോട്ട് പ്രോസസ് നമ്മുടെ ചേഞ്ച് ആവാൻ തുടങ്ങും. അതെന്താ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളൊന്നും ഇങ്ങനെ അല്ലല്ലോ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലത്തെ റിയാലിറ്റി എടുത്തു മാറ്റി ഇങ്ങനെ ഒരു ഫാന്റസി വേൾഡിലോട്ട് നമ്മൾ പോവാൻ തുടങ്ങും. സോ എനിക്കത് മനസ്സിലായി ഒരു ഒരു അറ്റ് എ പോയിന്റ്, ബൈ ഗോഡ്സ് ഗ്രേസ്, അത് എനിക്ക് ഡിസേൺ ചെയ്യാൻ പറ്റി. സോ ദിസ് ഈസ് വാട്ട്സ് ആക്ച്വലി ഡ്രൈവിംഗ് മീ. കാരണം പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പ്രാർത്ഥന ജീവിതം അതിന്റെ ഇടയ്ക്കുണ്ട്, അത് ഇടയ്ക്ക് കൂടെ പോകുന്നു, ഒരു സൈഡിലൂടെ അങ്ങ് പോകുന്നു, ഇത് അതിന്റെ ഇടയ്ക്ക് നടക്കുന്നു. പക്ഷെ ഈ ഒരു ഇതിലൂടെ നമുക്ക് ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് നമുക്ക് നഷ്ടപ്പെടും. അറ്റ് വൺ പോയിന്റ് യു വിൽ ലൂസ്, ബിക്കോസ് നമ്മളൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലോട്ട് വരും, നമുക്ക് ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് കിട്ടത്തില്ല. പിന്നെ ഞാനത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്ന അതൊരു പ്രോസസ്സാണ്. നമുക്ക് ഇപ്പൊ ജീസസിനോട് കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ, ഒരു പേഴ്സണൽ പ്രയറിൽ നമ്മൾ ഇച്ചിരി കൂടെ അടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ ഷുഡ് ഗെറ്റ് റിഡ് ഓഫ്. ആ ഒരു ബോധ്യം നമുക്ക് ചിലപ്പം, ഇപ്പൊ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ പോൺ വീഡിയോസോ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ന് വെച്ചാൽ ഇപ്പൊ ഈ എല്ലാരും എടുത്തടിച്ച് പറയുന്ന സെക്ഷലി റിലേറ്റഡ് ഇതൊന്നും ആയിരിക്കില്ല നമ്മൾ കാണുന്നത്. അപ്പൊ ചെറിയ ചെറിയ ഇങ്ങനത്തെ ചില കാര്യങ്ങളായിരിക്കും ഒരു ഫാന്റസി വേൾഡിലോട്ട് നമ്മളെ നയിക്കുന്ന സംഭവങ്ങളായിരിക്കും. സോ ഇഫ് യു റിയലി വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഈശോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് നമ്മൾ എന്തോ പ്രഷ്യസ് ആയ ഒരു സംഭവത്തിലോട്ടാണ് ഈശോയ്ക്ക്, എന്താ പറയാ, നമ്മൾക്ക് തരാൻ ആഗ്രഹം. അത് നമ്മുടെ ഈ ഒരു ബ്ലോക്കേജ് കാരണം നമ്മളിലോട്ട് ഈശോ അത് തരാൻ പറ്റാതിരിക്കുക. സോ വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്. എവിടെയാണ് ആ സംഭവം എന്നുള്ള സംഭവം നമുക്ക് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്തവർ വിശുദ്ധരാകുമെന്നാണ്. നമുക്ക് ആ വിശുദ്ധിയിലോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ, ജോയ്സി കുറെ പറഞ്ഞിട്ടുണ്ട്, കുറെ എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് പറഞ്ഞത്. ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നമ്മളെ കടത്തി വിടുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു കണ്ണിലൂടെ അല്ലെങ്കിൽ ചിന്തകളിലൂടെ വരുന്ന ചില കുഞ്ഞു കുഞ്ഞു തെറ്റുകളായിരിക്കാം അത്, പക്ഷെ നമ്മൾ അറിയത്തില്ല. നമ്മളൊരു ഫാന്റസി വേൾഡിലോട്ട് അങ്ങ് പോകും, ഒരു സൈഡിലോട്ട് അങ്ങ് നമ്മളത് ഗൈഡ് ചെയ്ത് പോകും. സോ ആ ഒരു വേവ്സിൽ പെട്ട് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് നമുക്ക് തോന്നണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നണം നമുക്ക്, ഓക്കെ, ദിസ് ഇസ് വാട്ട്സ് ആക്ച്വലി ഗിവിംഗ് മീ ദിസ് കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡൈവേർഷൻ ഈശോയിൽ നിന്ന്. ആ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കണം. അതിന് പരിശുദ്ധ അമ്മയാണ് എന്റെ സത്യം പറഞ്ഞ ഒത്തിരി ഈ ജപമാല ചൊല്ലി ഒത്തിരി പ്രാർത്ഥിച്ച് ഉപവാസം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ. ഇത് രണ്ടും എനിക്ക് പിന്നെ ബൈബിൾ വചനം എന്നുവെച്ചാൽ പഴയ നിയമം സത്യം പറഞ്ഞ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി എനിക്ക് ഇത്രയും സംഭവങ്ങൾ എന്റെ കെട്ടുകെട്ടായിട്ട് പാപങ്ങൾ കിടപ്പുണ്ടെന്ന്. അത് പേഴ്സണൽ പ്രയറിലൂടെ പിന്നെ എനിക്ക് റിഫ്ലക്ട് ചെയ്ത് വന്നു. അതാണ് പഴയ നിയമത്തിലെ വചനങ്ങള്
പക്ഷെ പഴയ നിയമം എനിക്ക് വായിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്ന സംഭവമാണ്. ഡാനിയൽ അച്ഛന്റെ ക്ലാസ്സസിലൂടെയാണ് പഴയ നിയമത്തിലൂടെ കുറെ എന്താ പറയാ കുറെ ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. സോ ഇറ്റ്സ് ബെറ്റർ ടു കണക്റ്റഡ് വിത്ത് വേർഡ് ഓഫ് ഗോഡ്, മദർ മേരി, പിന്നെ പേഴ്സണൽ പ്രയർ. ഇത് മൂന്നുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്.